الحمد لله الحمد لله رب العالمين نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم شهر رمضان الذي أنزل فيه القرآن هدى للناس وبينات من الهدى والفرقان فمن شهد منكم الشهر فليصم ومن كان مريضا أو على سفر فعدة من أيام أخر يريد الله بكم اليسر ولا يريد بكم العسر ولتكملوا العدة ولتكبروا الله على ما هداكم ولعلكم تشكرون. പരിശുദ്ധമായ അള്ളാഹുവിൻ്റെ ഭവനത്തിൽ ഒരുമിച്ച് ചേർന്ന സഹോദരങ്ങളെ, സഹോദരികളെ, സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് സംസാരിക്കുന്ന എന്നോടും കേൾക്കുന്ന നിങ്ങളോടും വളരെയധികം സ്നേഹത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. ഒരുപക്ഷെ അള്ളാഹു അനുഗ്രഹിച്ചാൽ അടുത്ത വെള്ളിയാഴ്ച പരിശുദ്ധമായ റമദാനിലെ നോമ്പ് നോറ്റവരായിക്കൊണ്ടാണ് ഈ പള്ളിയിൽ നമുക്കൊരുമിച്ചിരിക്കാൻ സാധിക്കുക. അള്ളാഹു ആ മഹാ തൗഫീഖ് നൽകുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. റമദാനിൻ്റെ മുന്നോടിയായി വിശ്വാസികളായ നമ്മൾ അറിയേണ്ട, പഠിക്കേണ്ട ഏതാനും ചില കാര്യങ്ങളാണ് കഴിഞ്ഞ ഖുതുബയിലൂടെ നമ്മൾ മനസ്സിലാക്കിയത്. ഒരു വിശ്വാസി റമദാനിനെ സ്വീകരിക്കേണ്ടത് റമദാനിനെ കുറിച്ച് അറിഞ്ഞും മനസ്സിലാക്കിയുമാണ് എന്നതാണ് ഏറ്റവും പ്രാധാന്യത്തോടുകൂടെ കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ വിശദീകരിച്ചത്. അങ്ങനെ അറിയേണ്ട കാര്യങ്ങളിൽ പെട്ടതാണ് ഒരു റമദാൻ മാസം സമാഗതമാകുമ്പോൾ ആരെല്ലാം നോമ്പ് നോൽക്കണം, ആർക്കൊക്കെയാണ് നോമ്പിൽ ഇളവുള്ളത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞു. മുസ്ലിമായ പ്രായപൂർത്തിയെത്തിയ ബുദ്ധിയുള്ള യാത്രക്കാരനല്ലാത്ത ആരോഗ്യമുള്ള
എല്ലാവരും നോമ്പ് നോൽക്കണം. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ആർത്തവ പ്രസവ രക്തങ്ങളിൽ നിന്ന് മുക്തരായവരാണ്, അല്ലെങ്കിൽ അത്തരം സാഹചര്യങ്ങളില്ലാത്തവരാണ് നോമ്പ് നോൽക്കേണ്ടത്. നോമ്പ് ആരംഭിക്കുന്നത് ഒന്നുകിൽ മാസം 30 പൂർത്തീകരിച്ചുകൊണ്ടോ, അല്ലെങ്കിൽ അറബി മാസത്തിലെ 29 പൂർത്തിയായി ഹിലാലിൻ്റെ പിറ നമ്മൾ കാണുകയാണ് എങ്കിൽ നോമ്പിലേക്ക് പ്രവേശിക്കുമെന്ന് ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കഴിഞ്ഞ ഖുത്ബയിൽ വിശദീകരിച്ചു. നോമ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം നിയ്യത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും നോമ്പിനെ ബാത്തിലാക്കുന്ന, നോമ്പിനെ മുറിക്കുന്ന കാര്യങ്ങളും പറഞ്ഞുകൊണ്ടാണ് കഴിഞ്ഞ ഖുത്ബ നമ്മൾ അവസാനിപ്പിച്ചത്. അതിനോട് ചേർത്ത് തന്നെ ഇന്ന് നമ്മൾ വിശദീകരിക്കുന്നത് നോമ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത്താഴം കഴിച്ച ഒരാൾ, നിയ്യത്തോടുകൂടെ നോമ്പിലേക്ക് പ്രവേശിച്ച ഒരാൾ, അയാൾ നോമ്പുകാരനായിരിക്കുമ്പോൾ പിന്നെ അയാൾ ചെയ്യേണ്ട കാര്യം നോമ്പ് മുറിക്കുക എന്നുള്ളതാണ്. നോമ്പ് മുറിക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ സമയമാണ് ഉദ്ദേശിക്കുന്നത്. നോമ്പ് ആരംഭിക്കുന്ന സമയം നമുക്കറിയാം. ഫജറിൻ്റെ ബാങ്കിൻ്റെ മുൻപാണ് നോമ്പ് ആരംഭിക്കേണ്ടത്. അപ്പോഴാണ് ഒരാൾക്ക് നിയ്യത്തുണ്ടാകേണ്ടത്. ഫജർ ബാങ്ക് കൊടുത്തതിന് ശേഷം, അല്ലെങ്കിൽ ബാങ്കിൻ്റെ സമയമായതിനു ശേഷം ഒരു കാരണവശാലും നോമ്പ് മുറിയുന്ന ഒരു പ്രവൃത്തിയും ഒരാളിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ല. അയാൾ നോമ്പിൻ്റെ പൂർത്തീകരണം നിർവഹിക്കേണ്ടത് മഗ്രിബിൻ്റെ സമയത്തോടു കൂടെയാണ്. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ അഖ്ബല അൽ-ലൈലു മിൻ ഹാഹുനാ വഅദ്ബറ അൻ-നഹാറു മിൻ ഹാഹുനാ വഗാബത്തി അശ്-ശംസ് ഫഖദ് അഫ്തറ അസ്-സ്വൈം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ് ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും റിവായത്ത് ചെയ്തിട്ടുണ്ട്. ഹദീസിൽ പറയുന്നത്, രാത്രി മുന്നിട്ട് വരികയും പകൽ പിൻവാങ്ങുകയും സൂര്യൻ അസ്തമിക്കുകയും ചെയ്താൽ നിങ്ങൾ നോമ്പ് മുറിക്കാമെന്നുള്ളതാണ്. അപ്പം അവിടെ ഒരു വാചകം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നോമ്പ് മുറിക്കുന്നതിൻ്റെ അടയാളം എന്ന് പറയുന്നത് സൂര്യൻ അസ്തമിക്കുക എന്നുള്ളതാണ്. ബാങ്ക് കൊടുക്കുക എന്നുള്ളതല്ല, ബാങ്ക് സമയമായി എന്നുള്ള അറിയിപ്പാണ്. ഞാൻ ഈ വാചകം പറയാൻ കാരണം, നമ്മുടെ സമൂഹത്തിൽ പലതരത്തിലുള്ള തെറ്റിദ്ധാരണകൾ അല്ലെങ്കിൽ അനാവശ്യമായ വാശികൾ ഏറെയുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ബാങ്ക് കേട്ടാലാണ് നോമ്പ് തുറക്കേണ്ടത് എന്നത് ശരിയാണ്. ആ ബാങ്ക് എന്താണ്? അതൊരു അറിയിപ്പാണ്. സമയമായിട്ടുണ്ട്, നമസ്കാരത്തിന് വേണ്ടി പള്ളിയിലേക്ക് വരൂ, സമയമായിട്ടുണ്ട് എന്നുള്ള അറിയിപ്പിനാണ് അദാൻ എന്ന് പറയാറുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ നോമ്പ് തുറക്കുക എന്നതിൻ്റെ കണ്ടീഷൻ, നിബന്ധന എന്ന് പറയുന്നത് സൂര്യാസ്തമയമാണ്. ഇതാ സൂര്യൻ അസ്തമിച്ചിരിക്കുന്നു, നിങ്ങൾക്ക് നോമ്പ് തുറക്കാം എന്ന ഒരു അറിയിപ്പ് കൂടെയാണ് ബാങ്കിലൂടെ നമുക്ക് ലഭിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ അനാവശ്യമായ സൂക്ഷ്മത അവിടെ ആവശ്യമില്ല. നമ്മുടെ സമൂഹത്തിൽ ചില പള്ളികളിൽ ചില ആളുകൾ സാധാരണ നോമ്പ് തുറക്കേണ്ടത് ഒരു 6:40 ഒരു 6:42 വരെ 43 വരെയൊക്കെ കാത്തിരിക്കുന്നത് കാണാൻ പറ്റും. അത് പാടില്ലാത്ത കാര്യമാണ്. സമയമായാൽ നോമ്പ് തുറക്കുക എന്നുള്ളതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യം. അതുകൊണ്ട് തന്നെ സാധാരണ ഒരു മഹല്ലിൽ തന്നെ പല ടൈമിൽ ബാങ്ക് കൊടുക്കുന്ന അവസ്ഥകൾ കാണാം. വ്യത്യസ്തമായ സമയങ്ങളിൽ ബാങ്ക് കൊടുക്കുന്നത്. ഒന്ന്, വളരെ സ്നേഹത്തോടുകൂടെ അത്തരം മഹല്ലിലുള്ള ആളുകൾ ഒരുമിച്ചിരുന്ന് ഒരു ഉചിതമായ തീരുമാനമെടുക്കുന്ന എപ്പോഴും നല്ലതാണ്. അത്തരം കാര്യങ്ങൾ ഒരു വാശിയൊക്കെ ഒഴിവാക്കി, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നോമ്പ് എന്ന് പറയുന്ന ഇബാദത്ത് അല്ലാഹ്ക്കുള്ളതാണ്. ആ നോമ്പ് തുറക്കേണ്ടത് എങ്ങനെയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ കൃത്യമായി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് മഹാനായ അംർ ഇബ്നു മൈമൂൻ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അദ്ദേഹം പറയുന്നുണ്ട്, കാന അസ്ഹാബു മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അസ്റഅൻ നാസി ഇഫ്താറൻ വഅബ്താഹും സുഹൂറൻ. ഇമാം ബൈഹഖി ഉദ്ധരിച്ച സ്വഹീഹായ ഹദീസാണത്. അദ്ദേഹം പറയുന്നത്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാർ അഥവാ സ്വഹാബികൾ ജനങ്ങളിൽ വെച്ച് ഏറ്റവും വേഗത്തിൽ നോമ്പ് തുറക്കുന്നവരും ഏറ്റവും താമസിച്ച് അത്താഴം കഴിക്കുന്നവരുമായിരുന്നു എന്നാണ്. അപ്പം എന്താണ് നബിയുടെ ഉമ്മത്തിൻ്റെ പ്രത്യേകത? അവർ സമയമായാൽ ഉടനെ നോമ്പ് തുറക്കും. അവിടെ ഒരു വസ്വാസിൻ്റെ ആവശ്യമില്ല, അവിടെ ഒരു കാത്തിരിപ്പിൻ്റെ ആവശ്യമില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സലാത്തും മിൻ അഖ്ലാഖിൽ മുർസലീൻ, 3 സ്വഭാവങ്ങൾ, 3 കാര്യങ്ങൾ പ്രവാചകന്മാരുടെ സ്വഭാവത്തിൽപ്പെട്ടതാണ് എന്നാണ്, അവരുടെ അഖ്ലാഖാണ്.
അവരുടെ ഹുൽക്കിൽപ്പെട്ട കാര്യമാണ്. ഏതാണത്? അതിലൊന്ന് തഅജീലുൽ ഇഫ്താർ എന്നാ. തഅജീലുൽ ഇഫ്താർ എന്ന് പറഞ്ഞാൽ അജലത്ത് എന്ന വേഗതക്ക് പറയാം. തഅജീൽ ധൃതി കാണിക്കും. എന്തിന്? ഇഫ്താറിന് വേണ്ടി, നോമ്പ് തുറക്കാൻ വേണ്ടി. അതേപോലെ തന്നെ തഅഖീറുസ് സുഹൂർ, അത്താഴം പിന്തിക്കുക എന്നുള്ളത് അമ്പിയാക്കളുടെ പ്രവാചകന്മാരുടെ ഹുൽക്കിൽപ്പെട്ട സ്വഭാവത്തിൽപ്പെട്ട കാര്യമാണ്. വസ്സിവാക്ക്, പല്ല് തേക്കുക എന്നുള്ളത് അത് അമ്പിയാക്കളുടെ സ്വഭാവമാണ്. അപ്പൊ ഈ ഹദീത്തിൽ ഇഫ്താർ റമദാനുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ നോമ്പുമായി ബന്ധപ്പെട്ട രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ഒന്നെന്താ? ഒന്ന് അത്താഴം പിന്തിക്കണം, അഥവാ ബാങ്കിനോട് അടുത്ത സമയത്ത് അത്താഴം കഴിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രബലമായ രീതി. സ്വഹാബികളൊക്കെ പറയുന്നത് അവർ അത്താഴം കഴിച്ചൊരു 50 ആയത്ത് ഓതുന്ന സമയമാണ് ബാങ്ക് കൊടുക്കാൻ ഉണ്ടായിരുന്നത്, 50 ആയത്തുകൾ. അതേപോലെ തന്നെ നോമ്പ് തുറക്കാനോ സമയമായാൽ ഉടനെ നോമ്പ് തുറക്കും. അവിടെ നമ്മൾ മനസ്സിലാക്കണം, നോമ്പ് തുറക്കാൻ ബാങ്ക് കൊടുക്കുക എന്നുള്ളതല്ല ഷർത്ത്, നോമ്പ് തുറക്കാൻ സമയമാവുക എന്നുള്ളതാണ് ഷർത്ത്. സമയമാകുക എന്ന് പറഞ്ഞാൽ എന്താ? സൂര്യൻ അസ്തമിക്കുക. അപ്പൊ ബാങ്ക് കേൾക്കാത്ത പ്രദേശങ്ങളുണ്ട്. ബാങ്ക് കേൾക്കാത്ത പ്രദേശങ്ങൾ നമ്മൾ എങ്ങനെയാ നോമ്പ് തുറക്കുക? നമ്മൾ സ്വാഭാവികമായിട്ടും അവിടെ അവലംബിക്കുന്നത് സമയമാണ്. അവിടെ നമ്മൾ അവലംബിക്കുന്നത് സൂര്യൻ അസ്തമിച്ചോ എന്നുള്ള നോക്കലാണ്, അത് അത്തരമൊരു വിവരം ലഭിക്കലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ നോമ്പ് തുറക്കാൻ ധൃതി കാണിക്കുന്ന ആളുകളാകണം. അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിൽപ്പെട്ടതാണ് എന്ന് എന്ത് ചെയ്യണം? നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, തസഹർനാ മഅൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ثم قام الى الصلاه قلت كم كان بين الاذان والسحور قال قدر 50 ആയ. ഞാൻ നേരത്തെ പറഞ്ഞ ഹദീസാണിത്. 50 ആയത്തുകൾ. അഥവാ ഞങ്ങളൊരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ അത്താഴം കഴിച്ചു. എന്നിട്ട് ഞങ്ങൾ നമസ്കരിക്കാൻ നിന്നു. അപ്പോൾ ഒരാൾ ചോദിക്കുന്നുണ്ട്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിങ്ങളുമൊക്കെ അത്താഴം കഴിച്ചു എന്ന് പറഞ്ഞല്ലോ, ആ അത്താഴത്തിന്റെയും ബാങ്കിന്റെയും ഇടയിൽ എത്ര സമയം ഉണ്ടായിരുന്നു? അവിടെയാണ് പ്രവാചകന്റെ സ്വഹാബികൾ പറയുന്നത് 50 ആയ, ഞങ്ങളൊരു 50 ആയത്ത് ഓതുന്ന സമയം. അപ്പൊ നേരത്തെ അത്താഴം കഴിക്കുക എന്നുള്ളതല്ല, അത്താഴം പിന്തിക്കുക എന്നുള്ളതാണ് സുന്നത്ത്. നോമ്പ് തുറക്കാൻ ധൃതി കാണിക്കുക എന്നുള്ളതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് എന്ന് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം. അതേപോലെ തന്നെ നോമ്പ് തുറക്കേണ്ടത് എന്തുകൊണ്ടാണ്? നോമ്പ് തുറക്കണം, നോമ്പ് തുറക്കേണ്ട സമയം മനസ്സിലായി. നോമ്പ് തുറക്കേണ്ടത് എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, റസൂലുള്ളാഹി പറഞ്ഞു, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുഫ്തിറു ഖബ്ല അൻ യുസല്ലി അലാ റുതുബാത്തിൻ ഫഇൻ ലം തകുൻ റുതുബാത്തുൻ ഫതംറാത്തുൻ ഫഇൻ ലം തകുൻ തംറാത്തുൻ ഹസബാത്തിൻ മിൻ മാഇൻ. പ്രവാചക തിരുമേനി പറയുന്നത്, അല്ലാഹുവിന്റെ റസൂൽ മഗ്രിബ് നമസ്കരിക്കുന്നതിന് മുമ്പായി ഏതാനും റുതബ് അഥവാ പാകമായ ഈത്തപ്പഴം, അതുകൊണ്ട് പ്രവാചകൻ എന്ത് ചെയ്തു? നോമ്പ് തുറന്നു. അത് ലഭിച്ചിട്ടില്ല എങ്കിലോ, ഇനി പഴുത്ത ഈത്തപ്പഴം ലഭ്യമായിട്ടില്ല എങ്കിൽ തമർ, ഉണങ്ങിയ ഈത്തപ്പഴം കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നോമ്പ് തുറക്കും. അതും ലഭിച്ചിട്ടില്ല എങ്കിലാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വെള്ളം ഉപയോഗിച്ചുകൊണ്ട് നോമ്പ് തുറന്നത്. അപ്പൊ ഇവിടെ ഒരു സുന്നത്താണ്, അത്താഴം ഉപയോഗിച്ച് നോമ്പ് തുറക്കുക എന്നുള്ളത് സുന്നത്താണ്. ഇത് പഠിക്കുമ്പോൾ നമ്മൾ അതിന്റെ കൂടെ ചേർത്ത് പഠിക്കേണ്ട ഒരു കാര്യമുണ്ട്. അത്താഴം ഈത്തപ്പഴം എന്നുള്ളത് ആ നാട്ടിലൊരു സാധാരണ ഭക്ഷണമാണ്. പ്രത്യേകിച്ച് അറബികളുടെ, സൗദി അറേബ്യയിലൊക്കെ സാധാരണ ഒരു ഭക്ഷണമാണ്. എല്ലാവരും കഴിക്കുന്ന, എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു ഭക്ഷണ പദാർത്ഥമാണ് ഈത്തപ്പഴം എന്നുള്ളത്. നോക്കൂ നിങ്ങൾ, ആ സാധാരണ ഭക്ഷണത്തിൽ നിന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സുന്നത്തിനെ വേർതിരിച്ചു പറഞ്ഞു തന്നു. നിങ്ങൾ നോമ്പ് തുറക്കുമ്പോൾ എന്ത് ചെയ്യണം? ഈത്തപ്പഴം കൊണ്ട് നോമ്പ് തുറക്കണം. ഈത്തപ്പഴം കഴിക്കുക എന്നത് സുന്നത്തല്ല, എന്നാൽ നോമ്പ് തുറക്കുമ്പോൾ ഈത്തപ്പഴം ഉപയോഗിക്കുക എന്നുള്ളത് സുന്നത്താണ്. അപ്പൊ അറബികൾക്കൊരു വേഷമുണ്ട്, ആ വേഷം സുന്നത്താണോ? അല്ല. എന്നാൽ ആ വേഷത്തിൽ നിന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകമായി എടുത്തു പറഞ്ഞാൽ അത് സുന്നത്താണ്. പ്രവാചകൻ അങ്ങനെ എടുത്തു പറയും. ഉദാഹരണത്തിന് തലമറക്കുക എന്നുള്ളത് സുന്നത്താണ്. നമ്മുടെ ഇടയിൽ തർക്കമുള്ള ഒരു വിഷയമാണ്, തലമറക്കൽ സുന്നത്താണോ? അപ്പൊ നമ്മൾ പറയും ഒരാൾക്ക് തലമറക്കാം അനുവദനീയാണ്, അത് ജായിസാണ്, അനുവദനീയമാണ്. കൂലി കിട്ടോ ഇല്ലേ അറിയില്ല, അല്ലാഹു ആലം, നമുക്കറിയില്ല. എന്തുകൊണ്ടാണ് നമ്മളത് പറയുന്നത്? തലമറക്കുന്നത് ഒരു സുന്നത്തായിരുന്നെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് പ്രത്യേകം എടുത്തു പറയും. ഏതുപോലെ ഈത്തപ്പഴം എന്ന് പറയുന്ന സാധാരണ അവരുടെ ഭക്ഷണം, ആ ഭക്ഷണത്തിൽ നിന്ന് ഈത്തപ്പഴം കൊണ്ട് നോമ്പ് തുറക്കുക എന്നുള്ളത് സുന്നത്താണ് എന്ന് പഠിപ്പിച്ചതുപോലെ അവരുടെ വേഷവിധാനത്തിൽ ഒരു പ്രത്യേക കാര്യം സുന്നത്തായിരുന്നുവെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ അത് എടുത്തു പറയും. അത് പറയാത്തത് കൊണ്ടാണ് നമ്മൾ സുന്നത്താന്ന് പറയാത്തത്. എന്നാൽ ഒരാൾക്ക് ധരിച്ചുകൂടെ? ധരിക്കാം, ഒരു പ്രശ്നമല്ല. ഒരാൾ വിചാരിക്കണം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നീളത്തിലുള്ള കുപ്പായ ധരിച്ചത്, പ്രവാചകൻ തലമറച്ചിരുന്നു, അതേപോലെ തലമറക്കണം എന്ന് വിചാരിച്ചാൽ ഒരാൾക്ക് മറക്കാം, പ്രശ്നമില്ല. ഇവിടെ സുന്നത്താണ് എന്ന് പറയാൻ പറ്റുമോ? അവിടെയാണ് പ്രശ്നം. ഞാൻ പറയുന്നത് സുന്നത്തുകളെയും ആദാത്തുകളെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് വേർതിരിച്ചു തന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഹദീത്താണ് നോമ്പ് തുറക്കുമ്പോൾ ഈത്തപ്പഴം ഉപയോഗിക്കണമെന്ന ഹദീത്ത്. അതേപോലെ തന്നെ നോമ്പ് തുറക്കുമ്പോഴുള്ള പ്രാർത്ഥന,
പല ആളുകളും പല രീതിയിൽ പ്രാർത്ഥിക്കാറുണ്ട്. ഏറ്റവും സ്വഹീഹായ പ്രാർത്ഥന ഏതാണ്? ഇതാണ് ശരിയായ പ്രാർത്ഥന. അല്ലാഹുമ്മ ലക സുംതു വഅല റിസ്ഖിക അഫ്തർതു എന്ന് പറയുന്ന പ്രാർത്ഥന ചൊല്ലുന്ന ആളുകൾ ഉണ്ടാകാം. സഹോദരങ്ങളെ, ആ പ്രാർത്ഥന സ്വഹീഹായി വന്നതല്ല. ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ അത് പ്രാമാണികമല്ല എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. നമ്മൾ പഠിച്ചാൽ മതി. ശരിയായ പ്രാർത്ഥന പിന്നെ തൊണ്ട നനഞ്ഞു, ഞരമ്പുകളൊക്കെ എന്ത് ചെയ്തു? അത് നനഞ്ഞു, പ്രതിഫലം അല്ലാഹു ഉദ്ദേശിച്ചാൽ സ്ഥിരപ്പെട്ടു എന്ന് പറയുന്ന പ്രാർത്ഥനയാണ് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ സ്വഹീഹായി കൊണ്ടുവന്നത് എന്ന് കാണാൻ സാധിക്കും. അപ്പം ഇതൊക്കെയാണ് നോമ്പുമായി ബന്ധപ്പെട്ട് അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കണം. നോമ്പ് നോൽക്കുമ്പോൾ നിയ്യത്തുണ്ടാകണം, നോമ്പ് മുറിയുന്ന കാര്യങ്ങളിൽ മാറി നിൽക്കണം, നോമ്പ് തുറക്കാൻ ധൃതി കാണിക്കണം, നോമ്പ് തുറക്കുമ്പോൾ അത്താഴം ഉപയോഗിച്ചുകൊണ്ട് നോമ്പ് തുറക്കുമ്പോൾ ഈത്തപ്പഴം ഉപയോഗിച്ചുകൊണ്ട് നോമ്പ് തുറക്കണം, നോമ്പ് തുറന്നതിന് ശേഷം പ്രത്യേകമായ പ്രാർത്ഥന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്, അത്താഴം എന്നുള്ളത് പിന്തിക്കണം. ഇത്രയും കാര്യങ്ങളാണ് അടിസ്ഥാനപരമായി നോമ്പുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി റമദാനിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ അവിടെ ഏറെ പ്രതിഫലം ലഭിക്കുന്ന ഒരു മാസത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ എങ്ങനെയൊക്കെ കൂലി വാങ്ങാൻ പറ്റുമോ, എങ്ങനെയൊക്കെ നന്മകൾ നേടിയെടുക്കാൻ സാധിക്കുമോ അതിന് നമ്മൾ പരിശ്രമിക്കണം. അതിനുള്ള ഏറ്റവും നല്ല ഒരു വഴി എന്താ? മറ്റൊരാളെ നോമ്പ് തുറപ്പിക്കുക എന്നുള്ളതാണ്. വളരെയധികം പ്രതിഫലം ലഭിക്കുന്ന പുണ്യകർമ്മമാണ് നോമ്പുള്ള ഒരാളെ നോമ്പ് തുറപ്പിക്കുക എന്നുള്ളത്. ഞാൻ അടിവരയിട്ട് പറയുന്നു, നോമ്പുള്ള ഒരാളെ നോമ്പ് തുറപ്പിക്കുക എന്നതാണ് പുണ്യമുള്ള കാര്യം. എന്തുകൊണ്ടാണ് ഇത് പറഞ്ഞത്? നോമ്പുകാരനായ ഒരാളെ നമ്മൾ നോമ്പ് തുറപ്പിച്ചാൽ അയാളുടെ നോമ്പിന്റെ കൂലി അയാൾക്കൊന്നും കുറയാതെ അതേപോലെ എന്ത് ചെയ്യും? നമുക്ക് ലഭിക്കും. മഹാനായ സയ്യിദ് ഇബ്നു ഖാലിദ് ജുഹനി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിലാണ് അദ്ദേഹം പറഞ്ഞു, മൻ ഫത്തറ സൈമൻ കാന ലഹു മിത്ലു അജ്രിഹി ഗൈറ അന്നഹു ലാ യൻഖുസു മിൻ അജ്രി സൈമി ഷൈഅ. റസൂലുള്ളാഹി പറഞ്ഞ വാചകമാണ്, നോമ്പ് തുറപ്പിക്കുന്നവന് ആ നോമ്പുകാരന്റെ അത്ര തന്നെ പുണ്യം. അയാൾ നോമ്പ് നോറ്റാൽ എത്ര കൂലി കിട്ടും അതേ കൂലി എന്ത് ചെയ്യും? ആ പ്രതിഫലത്തിൽ നിന്നൊന്നും കുറയാതെ നോമ്പ് തുറപ്പിക്കുന്നവന് ലഭിക്കും. അതുകൊണ്ട് തന്നെ അള്ളാഹു അനുഗ്രഹിച്ചാൽ റമദാനിൽ നമുക്ക് 30 നോമ്പ് നോൽക്കാൻ പറ്റും ഇൻഷാ അല്ലാഹ്. നമ്മുടെ ആരോഗ്യവും മറ്റുള്ള പ്രയാസങ്ങളൊന്നും ഇല്ല എങ്കിൽ 30 നോമ്പ് നോൽക്കാൻ പറ്റും. അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ട എന്താ? ഈ റമദാനിൽ എനിക്കൊരു 60 നോമ്പിന്റെ കൂലി കിട്ടുമോ എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അതിനുള്ള വഴി എന്താ? ഒരു സാധാരണ രീതിയിൽ പറ്റുന്ന രീതിയിൽ മറ്റൊരാളെ കൂടെ എന്ത് ചെയ്യുക? നോമ്പ് തുറപ്പിക്കുക എന്നുള്ളതാണ്. എനിക്കേറെ സന്തോഷം തോന്നിയ ഒരു കാര്യം, നമ്മുടെ പള്ളിയുടെ ഗ്രൂപ്പിലൊരു ചർച്ച നടക്കുന്നത് കണ്ടു. നമ്മുടെ പള്ളിയുടെ സെക്രട്ടറി നോമ്പ് ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു കിറ്റ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച നടത്തി. ഒരു ചർച്ചയല്ല, ഒരു ആശയം എഴുതിയിട്ടു. ആ ഒരു വാചകത്തോട് ആ ഗ്രൂപ്പിലുള്ള ആളുകളുടെ പ്രതികരണം യഥാർത്ഥത്തിൽ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാഹു അവർക്കൊക്കെ അർഹമായ പ്രതിഫലം കൊടുക്കുമാറാകട്ടെ. എന്തൊരു മത്സരമാണ്, എത്രമാത്രം താല്പര്യത്തോടു കൂടെയാണ് മറ്റുള്ള പാവപ്പെട്ട അർഹരായ ആളുകളെ നോമ്പ് തുറപ്പിക്കാൻ ഒരു മത്സരം അവിടെ കണ്ടത്. വസാരിഉ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രയോഗിച്ച നന്മയിൽ നിങ്ങൾ മുന്നേറണമെന്ന ആയത്തിനെ പലപ്പോഴും ആ മെസ്സേജുകളിൽ നിന്ന് വായിച്ചെടുക്കാൻ സാധിക്കുന്നത്. അത് നമ്മൾ നിലനിർത്തേണ്ട കാര്യമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ കൊണ്ടു നടക്കേണ്ട കാര്യമാണ്. എന്താണോ ഒരു നന്മ ചെയ്യാൻ നമുക്ക് അവസരം ലഭിക്കുന്നത് ആ അവസരത്തെ നമ്മൾ ഉപയോഗിക്കണം. സലഫുകളുടെ ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ ആ സലഫുകൾ അവർ നോമ്പ് തുറപ്പിച്ചത് വളരെ രഹസ്യമായിട്ടാണ്, ആളുകളുടെ മുമ്പിൽ പരസ്യമായിട്ടല്ല, വളരെ രഹസ്യമായി ആരും അറിയാതെയാണ് അവർ ദരിദ്രന്മാരായ ആളുകളുടെ വീടുകളിൽ ഭക്ഷണം എത്തിച്ചിരുന്നത് എന്ന് നമുക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ അവര് തങ്ങൾക്ക് വിശന്നാലും ഒരൽപ്പം ഞങ്ങൾക്ക് വിശന്നാലും മറ്റുള്ളവർക്ക് കൂടെ കൊടുക്കാൻ അവരെന്ത് ചെയ്തിരുന്നു? അവര് പരിഗണിച്ചിരുന്നു, അവർ ശ്രദ്ധിച്ചിരുന്നത് അവരുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ നമ്മൾ പരിശോധിക്കുക, ഈ റമദാനിൽ ഞാൻ നോൽക്കുന്ന നോമ്പിനേക്കാൾ കൂടുതൽ പുണ്യം ലഭിക്കാൻ, നോമ്പിന്റെ അതേ കൂലി ലഭിക്കാൻ എനിക്ക് സാധ്യമായ രീതിയിൽ മറ്റുള്ളവരെ കൂടെ നോമ്പ് തുറപ്പിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ 6ാമത്തെ ഒരു പോയിന്റ്, റമദാൻ കടന്നു വരുമ്പോൾ നമ്മൾ ഒരിക്കലും മറന്നു പോകാൻ പാടില്ലാത്ത അല്ലെങ്കിൽ നിത്യമായി നിലനിർത്തേണ്ട ഒരു കാര്യമാണ് എന്ത്? തറാവീഹ് നമസ്കാരം എന്നുള്ളത്, രാത്രി നമസ്കാരം എന്നുള്ളത്. തറാവീഹ് എന്നോ ഖിയാമുൽ ലൈൽ എന്നോ തഹജ്ജുദ് എന്ന് ഏത് പേര് വിളിച്ചാലും ശരി, ഇതൊക്കെ ഒരു നിസ്കാരമാണ്. ഈ നമസ്കാരങ്ങളൊക്കെ ഒന്നാണ്, അതിൽ 2 നിസ്കാരം എന്നല്ല. ഒരൊറ്റ വാചകം പറഞ്ഞാൽ ഇശാ നമസ്കാരത്തിന്റെ സുന്നത്ത് കഴിഞ്ഞ് സുബഹി വരെയുള്ള സമയത്തിന്റെ ഇടയിൽ നിർവഹിക്കുന്ന നമസ്കാരം, അത് ചിലപ്പോൾ തറാവീഹ് എന്ന പേരിൽ അറിയപ്പെടും, ചിലപ്പോൾ ഖിയാമുൽ ലൈൽ എന്ന പേരിൽ അറിയപ്പെടും, ചിലപ്പോൾ തഹജ്ജുദ് എന്ന പേരിൽ അറിയപ്പെടും. അതൊക്കെ ആ നമസ്കാരത്തിന്റെ രീതി അനുസരിച്ചാണ്, അല്ലാതെ നമസ്കാരം ഒന്നാണ്. നമസ്കാരം പൂർണ്ണമായും ആ 3 പേരിൽ അറിയപ്പെട്ടാലും അതൊരൊറ്റ നമസ്കാരമാണ് എന്ന് എന്ത് ചെയ്യുക? നമ്മൾ മനസ്സിലാക്കണം. റസൂലുള്ളാഹി പറഞ്ഞത്, പ്രവാചകനോട് സ്വഹാബികളുടെ ചോദ്യം, അയ്യു സ്വലാത്തി അഫ്ദൽ ബഅദൽ മക്തൂബ, നബിയെ നിർബന്ധ നമസ്കാരം കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായ നമസ്കാരം ഏതാണ്?
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സ്വലാത്തുൽ ലൈൽ, രാത്രിയിലെ നമസ്കാരം എന്താണ്? ഇത് റമദാനിൽ മാത്രമല്ല, റമദാൻ അല്ലാത്ത കാലഘട്ടങ്ങളിൽ നമ്മൾ നിർവഹിക്കേണ്ട നമസ്കാരമാണ് രാത്രി നമസ്കാരം. എന്നാൽ റമദാനിൽ അതിന് പ്രത്യേകമായ പുണ്യമുണ്ട്. റമദാനിൽ പ്രത്യേകമായ പുണ്യമുണ്ട്. ആരാധനകളിൽ നമ്മൾ മത്സരിക്കുന്ന ഈ സമയത്ത് എന്ത് ചെയ്യണം? നമ്മളിപ്പോൾ തന്നെ തീരുമാനിക്കണം, വരാൻ പോകുന്ന റമദാനിൽ നമ്മുടെ സമീപത്തുള്ള പള്ളിയിൽ പോയി പരിപൂർണമായി അതിന്റെ തുടക്കം മുതൽ അവസാനം വരെ ജമാഅത്തായി കൊണ്ട് നിർവഹിക്കുമെന്ന തീരുമാനം നമ്മൾ എടുക്കണം. കാരണം എന്താ പറയുക, ഒരാൾ ഇമാമിന്റെ കൂടെ തുടക്കം മുതൽ നിസ്കരിച്ചു, ഒന്നാമത്തെ തക്ബീർ മുതൽ രാത്രി നിസ്കാരത്തിന്റെ ഒന്നാമത്തെ തക്ബീർ മുതൽ നിസ്കരിക്കാൻ തുടങ്ങി. ഇമാമ് സലാം വീട്ടി പിരിഞ്ഞപ്പോഴാണ് അയാൾ സലാം വീട്ടി പിരിഞ്ഞത്. അങ്ങനെയാണെങ്കിൽ അയാൾക്ക് രാത്രി മുഴുവൻ നിന്ന് നിസ്കരിച്ച കൂലിയാണ്. നോക്കൂ, നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ ഇമാമിന്റെ കൂടെ നമസ്കരിച്ചാൽ രാത്രി മുഴുവൻ നിന്ന് നമസ്കരിച്ച കൂലിയാണ്. ഇത് ഒന്നിലധികം ഹദീത്തുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ച് കാണാൻ പറ്റും. അതൊരു ചെറിയ കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഒരു കൃത്യമായ പ്ലാൻ, നമസ്കാരത്തിന്റെ വിഷയത്തിൽ എന്ത് വേണം? കൃത്യമായ പ്ലാൻ ഉണ്ടാകണം. ആ നമസ്കാരത്തെ തടയുന്ന കുറെ കാര്യങ്ങളുണ്ട്. അമിതമായ ഭക്ഷണം കഴിക്കുക, താല്പര്യമില്ലാതിരിക്കുക, അത്തരം കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക? നമ്മൾ നിശ്ചയിക്കേണ്ടതുണ്ട്. ഞാൻ നമസ്കാരത്തിന് തടസ്സമാകുന്നുണ്ട് ഭക്ഷണമെങ്കിൽ നമസ്കാര ശേഷം കഴിക്കുക, അത്യാവശ്യമുള്ളത് കഴിച്ച് നമസ്കാരം കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക? ബാക്കിയുള്ള ഭക്ഷണം കഴിക്കുന്ന രീതിയിലേക്ക് വന്നാൽ നമുക്കത് പൂർണ്ണമായി നിർവഹിക്കാൻ സാധിക്കും. ഇനി ആ രാത്രി നമസ്കാരം എത്ര റക്അത്താണ് എന്ന വിഷയത്തിൽ തർക്കമുണ്ട്. പല ആളുകൾക്കും തർക്കമുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ വിഷയത്തിൽ തർക്കമില്ല. എന്തുകൊണ്ട് തർക്കമില്ല? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര നിസ്കരിച്ച് നോക്കിയാൽ മതി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, ആയിഷ റളിയല്ലാഹു അൻഹയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നമസ്കാരത്തെ കുറിച്ച് ഒരു ചോദ്യമുണ്ട്, നബിയുടെ രാത്രി നിസ്കാരത്തെ കുറിച്ച്. ആ ഹദീത്ത് ക്ലിയർ ആണ്. ആ ഹദീത്തിൽ ഒരു തർക്കം പോലുമില്ല. എന്താ ചോദ്യം? പ്രവാചകന്റെ രാത്രി നമസ്കാരം എങ്ങനെയാണ്? ഉമ്മയുടെ മറുപടി, മകാന യസീദു ഫി റമദാന വലാ ഫി ഗൈരിഹി അലാ 11 റക്അ. എത്ര വ്യക്തമാണ് ആ ഹദീത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റമദാനിലും അല്ലാത്ത കാലഘട്ടങ്ങളിലും 11 റക്അത്തിലധികം നിസ്കരിച്ചിട്ടില്ല എന്നാണ്. 11 റക്അത്തിലധികം നിസ്കരിച്ചിട്ടില്ല. അപ്പൊ രാത്രി നമസ്കാരത്തിന്റെ റക്അത്തുകളുടെ എണ്ണം എത്രയാണ്? അള്ളാന്റെ റസൂൽ 11 നിസ്കരിച്ചത്. അവർ തർക്കം. സ്വാഭാവികമായും നമുക്ക് സംശയം ഉണ്ടാകാം, പല സ്ഥലങ്ങളിലും 11-ലധികം നിസ്കരിക്കുന്നുണ്ടല്ലോ. ശരിയാണ്, ഉണ്ട്. പല ആളുകൾ നമസ്കരിക്കുന്നുണ്ട്. എന്താണ് അതിന്റെ അസിൽ? എന്താണ് അടിത്തറ? എന്താണ് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. 23 റക്അത്ത് എന്ന ഒരു ഹദ് പല ആളുകൾക്കില്ല. അത് നമ്മുടെ നാട്ടിലാണ് അധികം ഉള്ളത്. അതേപോലെ തന്നെ മറ്റു ചില രാജ്യങ്ങളിലുണ്ട്. 23 റക്അത്ത് എന്നൊരു ഹദ്, ഒരു പരിധി നിശ്ചയിക്കാൻ അവരുന്നയിക്കുന്ന ഹദീത്ത് പോലും എന്തല്ല, തെളിവല്ല. ഈ 11-ലധികം നമസ്കരിക്കുന്ന ആളുകൾ അവരാ നമസ്കാരം അങ്ങനെ കൊണ്ടു നടക്കാനുള്ള കാരണം ഒരു ഹദീത്താണ്. ആ ഹദീത്തിൽ ഉള്ളത് എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈരണ്ട് നിസ്കരിക്കും. സുബഹിയെ ഭയപ്പെട്ടാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒറ്റയാക്കും എന്നാണ് ഹദീത്തിലുള്ളത്. ആ ഹദീത്തിന്റെ വാചകം എന്താ? ഈരണ്ട് നമസ്കരിക്കും, സുബഹിയെ ഭയപ്പെട്ടാൽ ഒറ്റയാക്കും. അപ്പൊ ആ ഹദീത്തിന്റെ നേരിട്ടുള്ള അർത്ഥം എടുത്തു. എന്താ നേരിട്ടുള്ള അർത്ഥം? അള്ളാന്റെ റസൂൽ രാത്രിയിൽ ഈരണ്ട് ഇങ്ങനെ നിസ്കരിക്കും, സുബഹിനെ ഭയപ്പെട്ടാൽ എന്ത് ചെയ്യും? ഒറ്റയാക്കും. അപ്പൊ അതിൽ ആ ഹദീത്തിൽ എണ്ണം പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. എത്രയും നമസ്കരിക്കാമെന്നുള്ളതാണ് ആ ഹദീത്ത് വെച്ച് പണ്ഡിതന്മാർ പറയുന്നത്. ഒരാൾ ഈ ഹദീത്ത് എടുക്കുകയാണ് എങ്കിൽ അയാൾ ഉന്നയിക്കേണ്ട വാദം എന്താണ്? റമദാനിൽ 23 നിസ്കരിക്കാന്നല്ല, എത്രയും നമസ്കരിക്കാം എന്നാണ് ആ ഹദീത്തിൽ നിന്ന് കിട്ടുക. 23 നമസ്കരിക്കണമെന്ന് തമീമുദ്ദാരിയോട് ഉമർ റളിയല്ലാഹു അൻഹു കൽപ്പിച്ചു എന്ന് പറയുന്ന ഹദീത്ത് ഉദ്ധരിക്കുന്ന ആളുകളുണ്ട്. ആ ഹദീത്ത് ദഈഫാണ്. ഇമാം മാലിക്കിന്റെ മുവത്ത അടക്കമുള്ള ഗ്രന്ഥങ്ങളിൽ അത് ദുർബലമാണ് എന്ന് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ പറയുന്നത് ഈരണ്ട് നമസ്കരിക്കണമെന്ന് പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം എത്രയാണ് നിസ്കരിച്ചത്? നബിയുടെ കൂടെ കഴിഞ്ഞ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, മകാന യസീദു ഫി റമളാന വലാ ഫി ഗൈരിഹി അലാ 11 റക്അ. റമളാനിലും അല്ലാത്ത കാലഘട്ടങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 11-ലധികം നിസ്കരിച്ചിട്ടില്ല. അതുകൊണ്ട് നമ്മൾ നമസ്കരിക്കുന്നു, നമ്മളത് സ്വീകരിക്കുന്നു. നമ്മുടെ പള്ളി അത്തരത്തിലാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ നമ്മൾ വിഷയങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക? പഠിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക. അതേപോലെ റമദാനിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഖുർആനുമായി കൊണ്ടുള്ള അലാഖാത്താണ്. ഖുർആനുമായി കൊണ്ടുള്ള ബന്ധമാണ്. ഖുർആൻ അവതരിച്ച മാസമാണ്. സഹോദരങ്ങളെ, നമ്മൾ നമ്മുടെ ഹൃദയത്തോട് ചോദിക്കേണ്ട ഒട്ടനവധി ചോദ്യങ്ങളിൽ ഒന്നെന്താ അറിയോ? എന്താണ് എനിക്കും നിങ്ങൾക്കും ഖുർആനുമായി കൊണ്ടുള്ള ബന്ധം? വിശുദ്ധ ഖുർആനുമായി കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം ബന്ധം സ്ഥാപിക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ട് എന്ന ആത്മാർത്ഥമായ ഒരു ചോദ്യം ചോദിച്ചാൽ പല ആളുകൾക്കും ഖുർആനുമായി വലിയ ബന്ധമൊന്നുമില്ല. ഖുർആൻ എന്ന് പറഞ്ഞാൽ അത് ഖുർആനാണ്, അള്ളാഹുവിന്റെ കലാമാണ്, അത് പവിത്രമാണ് എന്നൊക്കെ അറിയാ എന്നല്ലാതെ ആ ഖുർആനിന്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ പഠിക്കാൻ, മനസ്സിലാക്കാൻ, ആഴത്തിൽ പഠിക്കാൻ പലപ്പോഴും പല ആളുകളും ശ്രമിച്ചിട്ടില്ല. മുസ്ലിം ഉമ്മത്തിന്റെ മൊത്തത്തിലുള്ള ഒരു അവസ്ഥ എടുത്തു നോക്കിയാൽ അവര് മദ്രസയിൽ നിന്ന് പഠിച്ച ഖുർആനുമായി ബന്ധപ്പെട്ട വിവരമാണ് കൂടുതൽ ഉണ്ടാകുക.
ഒരു 80% ആൾക്കാരെ അവസ്ഥ നീക്കാരം. എന്നാൽ മദ്രസ കഴിഞ്ഞ് ഖുർആൻ ക്ലാസ്സിലൊക്കെ പോകുന്ന ആൾക്കാർ വളരെ കുറവാണ്. ഇപ്പൊ ജുമാക്ക് നമ്മുടെ പള്ളിയിൽ 100-200 ആൾക്കാർ വരുന്നുണ്ട്. ഇവിടെ ഖുർആൻ ക്ലാസ് വെച്ചാൽ 10 ആളെ ഉണ്ടാവുള്ളൂ. ഏത് സ്ഥലത്തും അങ്ങനെയാണ്. ഖുർആൻ ആഴത്തിൽ പഠിക്കാൻ ചെറിയ കുട്ടികൾക്ക് മാത്രമല്ല, മരണം വരെ നമ്മൾ പഠിക്കണം. നമ്മൾ ത്വാലിബുകളാണ്, നമ്മൾ പഠിക്കുന്ന വിഷയത്തിൽ പിന്നിലാണ്. ഞാൻ അത് വിമർശിക്കാൻ വേണ്ടി പറഞ്ഞില്ല. പക്ഷെ നമ്മളെല്ലാവരും പഠിക്കേണ്ട ഗ്രന്ഥമാണ് ഖുർആൻ. ഖുർആൻ എന്ന് പറഞ്ഞാൽ അതിന്റെ ആശയം തന്നെ എന്താ? അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിന് വഴികാട്ടിയായി, ജീവിതത്തിന് മാർഗരേഖയായി എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എന്ന് കൃത്യമായി പഠിപ്പിക്കുന്ന ഗ്രന്ഥമാണ് ഖുർആൻ. ആ ഖുർആൻ അവതീർണമായ റമദാൻ മാസത്തിൽ എന്ത് വേണം? ഖുർആനുമായി ഒരു നല്ല ബന്ധമുണ്ടാക്കാൻ, സാധാരണ മാസങ്ങളെ അപേക്ഷിച്ച് ഒരു നല്ല ബന്ധമുണ്ടാക്കിയെടുക്കാൻ വിശ്വാസികളായ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതിന് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പരിശ്രമിക്കണം. മുൻഗാമികളായ ആളുകൾ വിശുദ്ധ ഖുർആൻ ധാരാളം പാരായണം ചെയ്യാൻ, ധാരാളം ഓതാൻ വേണ്ടി എന്ത് ചെയ്യും? അവർ സമയം മാറ്റിവെച്ചത് നമുക്ക് കാണാൻ സാധിക്കും. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം റമദാൻ സമാഗതമായാൽ ഹദീത്തിന്റെ ക്ലാസ് ഒക്കെ അവസാനിപ്പിക്കുന്ന, ഹദീത്ത് ക്ലാസ് ഒന്നും ഉണ്ടാവില്ല. പിന്നെ അദ്ദേഹം എന്താണ് നടത്തുക? അദ്ദേഹം വിജ്ഞാന സദസ്സുകളൊക്കെ നിർത്തിവെച്ച് വിശുദ്ധ ഖുർആൻ പാരായണത്തിന് വേണ്ടി അദ്ദേഹം മാറ്റിവെക്കുമായിരുന്നു എന്ന് അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ വായിക്കാൻ പറ്റും. മഹാനായ ഇമാം സുഹരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറഞ്ഞത്, റമദാൻ എന്നാൽ ഖുർആൻ പാരായണത്തിന്റെയും ഭക്ഷണം നൽകുന്നതിന്റെയും മാസമാണ്, നോമ്പ് തുറപ്പിക്കുക അതിന്റെയും മാസമാണ് എന്ന് ഇമാം സുഹരി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞിട്ടുണ്ട്. ഖത്താദ റഹ്മത്തുള്ളാഹി അലൈഹി എല്ലാ 7 ദിവസത്തിലും ഖുർആൻ അദ്ദേഹം ഒരു തവണ പൂർണ്ണമായി ഓതി തീർക്കുമായിരുന്നു എന്നാണ്. അത് അവസാനത്തെ 10 ആകുമ്പോൾ, സാധാരണ ദിവസത്തിൽ 7 ദിവസം കൊണ്ട്, റമദാൻ ആകുമ്പോൾ 3 ദിവസം കൊണ്ട് എന്ത് ചെയ്യും? വിശുദ്ധ ഖുർആൻ ഒരു തവണ ഓതി തീർക്കുന്നു. നമ്മൾ കഴിഞ്ഞ റമദാനിൽ ഒരിട്ട് ഓതിയിട്ടുണ്ടാവും. റമദാൻ കഴിഞ്ഞ് അടുത്ത റമദാൻ വരികയാണ്. ഇപ്പൊ തന്നെ നമുക്ക് ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല? ഒരു തവണ ഓതി തീർക്കാൻ കഴിഞ്ഞ 11 മാസം കൊണ്ട് സാധിക്കാത്ത ആൾക്കാരാണ് മുസ്ലിങ്ങളുടെ മഹാഭൂരിപക്ഷ ആൾക്കാരും. നമ്മളോട് ചോദിച്ചാൽ മതി, ഞാൻ ഓതിയിട്ടോ ഇല്ലേ എന്ന് എനിക്കറിയാം, നിങ്ങൾ ഓതിയിട്ടുണ്ടോ ഇല്ലേ എന്ന് നിങ്ങൾക്കറിയാം. വേറൊരാൾ സർട്ടിഫിക്കറ്റ് പറയേണ്ട കാര്യമല്ല. അപ്പൊ ഞാൻ പറഞ്ഞെന്താ അറിയോ? വിശുദ്ധ ഖുർആനുമായി നിരന്തരം ബന്ധമുണ്ടാക്കേണ്ട ആളുകളാണ് നമ്മൾ. അപ്പൊ റമദാനിലേക്ക് പ്രവേശിക്കും. അങ്ങനെയുള്ള കുറെ നല്ല തീരുമാനങ്ങൾ എടുത്ത് റമദാനിനെ ധന്യമാക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹില്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫുൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഒരിക്കൽ കൂടെ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. വിശുദ്ധ റമദാനിൽ മുമ്പ് കാലഘട്ടങ്ങളിൽ ഒന്നുമില്ലാത്ത വിധം മുസ്ലിങ്ങളായ ആളുകൾ റമദാനിൻ്റെ ചൈതന്യത്തിൽ നിന്ന് അകന്നു നിൽക്കുന്ന, അല്ലെങ്കിൽ ചൈതന്യത്തെ നഷ്ടപ്പെടുത്തുന്ന ധാരാളം കാഴ്ചകൾ കഴിഞ്ഞ ഏതാനും റമദാനുകൾ എടുത്തു നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളെ ദീനിൽ നിന്ന് അകറ്റാൻ എല്ലാവിധത്തിലും ആളുകൾ ശ്രമിക്കും. പൈശാചികമായ പല പ്രേരണകളും ഉണ്ടാകും. പിശാചിന്റെ ലക്ഷ്യം തന്നെ സിറാത്തുൽ മുസ്തഖീമിൽ നിന്ന് നമ്മളെ തെറ്റിക്കുക എന്നുള്ളതാണ്. ഖാല ഫബിമാ അഗ്വൈതനി ലഅഖുദന്ന ലഹും സിറാത്തകൽ മുസ്തഖീം. നേരായ വഴിയിലൂടെ സഞ്ചരിക്കുന്ന ആളുകളെ തെറ്റിക്കുക എന്നുള്ളതാണ് പിശാചിന്റെ ലക്ഷ്യം. അപ്പൊ അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കേണ്ട, പള്ളികളുമായി ബന്ധം സ്ഥാപിക്കേണ്ട, ഖുർആനിന്റെ മുമ്പിൽ കൂടുതൽ സമയം ഇരിക്കേണ്ട, സുജൂദിൽ കൂടുതൽ സമയം വീഴേണ്ട ഒരു പവിത്രമായ മാസത്തിൽ എവിടെയാണ് മുസ്ലിം ഉമ്മത്തുള്ളത്? നമ്മൾ കഴിഞ്ഞ വർഷത്തെ റമദാനെ മാത്രം എടുത്തു നോക്കൂ. നിങ്ങൾ കഴിഞ്ഞ വർഷത്തെ റമദാനിനെ മുന്നിൽ വെച്ചുകൊണ്ടൊരു 4 പോയിന്റ് ഞാൻ പറയാം. ഒന്ന്, ഭക്ഷണത്തിൽ മിതത്വമില്ലാത്തൊരവസ്ഥ ഈ വർത്തമാന കാലഘട്ടത്തിൽ വർദ്ധിച്ചു വന്നിട്ടുണ്ട്. ഭക്ഷണത്തിൽ മിതത്വമില്ലാത്തൊരവസ്ഥ. നോമ്പ് തുറപ്പിക്കൽ പുണ്യമാണ്, അതിൽ സംശയമല്ല. എന്നാൽ ഇഫ്താർ മാമാങ്കങ്ങൾ അത് വലിയ അപകടമാണ്. കഴിഞ്ഞ ദിവസം എൻ്റെ സുഹൃത്ത് എന്നോട് പറഞ്ഞു, അദ്ദേഹത്തിനോടൊരു അറബ് വംശജനായ ഒരു സഹോദരൻ പറഞ്ഞു, ഇന്ന പ്രദേശത്തൊരു ഹോട്ടലിൽ ഒരു ബൊഫേ ഇഫ്താർ ഉണ്ട്, അപ്പോൾ നിങ്ങൾ എൻ്റെ കൂടെ വരണം. അപ്പം അദ്ദേഹം ചോദിച്ചു, മലയാളിയാണ് എൻ്റെ സുഹൃത്ത്, അദ്ദേഹം ചോദിച്ചു, ആ ഇഫ്താറിന് എത്രയാണ് പ്രൈസ് വരിക? ഒരാൾക്ക് എത്രയാണ് വരിക? അത് 150 റിയാലേ ആകുള്ളൂ. 150 റിയാൽ. ഈ മനുഷ്യൻ, എൻ്റെ സുഹൃത്ത് അദ്ദേഹത്തോട് പറഞ്ഞു, 150 റിയാൽ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ നാട്ടിലൊരു കുടുംബത്തിന്, ഒരു 3-4 ആളുകളുള്ള ഒരു കുടുംബത്തിന് ഒരു മാസം സുഖമായിക്കൊണ്ട് നോമ്പ് തുറക്കാനുള്ള വക ഉണ്ടാകും. അത് കേട്ട ആ സഹോദരൻ, അദ്ദേഹം ആ പാർട്ടി അദ്ദേഹം ക്യാൻസൽ ചെയ്തു മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഉമ്മയോട് പോയിട്ട് അദ്ദേഹം അത് സമർത്ഥിച്ചു, പറഞ്ഞു, പാവപ്പെട്ട കുറേ മനുഷ്യന്മാരെ നമുക്ക് നോമ്പ് തുറപ്പിക്കാൻ പറ്റും. സഹോദരൻ, കഴിഞ്ഞ 6-7 വർഷങ്ങളായി
കേരളത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ, വിവിധ സ്ഥലങ്ങളിൽ നൂറുകണക്കിന് ആളുകളിലേക്ക് അതുപോലുള്ള ഫണ്ടുകൾ വരുന്നുണ്ട്. നോമ്പ് തുറപ്പിക്കാനുള്ള സഹായങ്ങൾ കിട്ടണം. നോക്കൂ, നിങ്ങളുടെ നല്ല ചിന്തയാണത്. അമിതമായി കൊടുപ്പം. നമ്മുടെ വീട്ടിൽ നമ്മളൊരു ഇഫ്താർ നടത്തുമ്പോൾ ഒരു ആളുകളുടെ മുമ്പിൽ പിന്നെ ഞാൻ നല്ല ഭക്ഷണം കൊടുത്തു എന്നൊരു പേര് കിട്ടാൻ വേണ്ടി നമ്മൾ സംഘടിപ്പിക്കേണ്ട. മാന്യമായ ഭക്ഷണം കൊടുക്കുക. ഭക്ഷണത്തിന്റെ വിഷയത്തിൽ ഒരു ഇസ്രാഫ്, അമിതത്വം എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ കാണിക്കാൻ പാടില്ല. കഴിഞ്ഞ റമദാനുകളിലൊക്കെ അത്തരം വാർത്തകൾ ധാരാളം നമ്മൾ കണ്ടിട്ടുണ്ട്. ആ ഒരു ഇസ്രാഫ് കൊണ്ട് തന്നെ ആരാധനകളിൽ നമ്മൾ അലസരായിത്തീരും, നമ്മൾ മടിയുള്ളവരായിത്തീരും. അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. രണ്ടാമത്തെ കാര്യം, രാത്രി നമസ്കാരത്തിന് ശേഷമുള്ള അനാവശ്യ കൂട്ടം ചേരലുകൾ. എല്ലാ സ്ഥലത്തും പിന്നെ മക്കാനികളാണ്, ചായക്കടകളാണ്. അതേപോലെ തന്നെ പല രീതിയിലുള്ള വെള്ളങ്ങൾ ലഭിക്കുന്ന, ജ്യൂസുകളൊക്കെ ലഭിക്കുന്ന ധാരാളം കോർണറുകൾ, എവിടെയും അതാണ്, സുലഭമാണ്. ഇപ്പൊ യാത്ര ചെയ്യുന്ന, കേരളത്തിന്റെ മിക്ക പ്രദേശങ്ങളിലൂടെയും യാത്ര ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ പലപ്പോഴും ഇത് കണ്ടിട്ടുണ്ട്. രാത്രി കാലങ്ങളിലൊക്കെ ഒരുപാട് പിന്നെ കടകൾ, ഇങ്ങനെ ആ കടകളുടെ മുമ്പിൽ കുടുംബസമേതം ആളുകൾ വരികയാണ്. ഞാനതിനെ നിരുത്സാഹപ്പെടുത്തില്ല. ആളുകൾക്ക് ആവശ്യം ഭക്ഷണം കഴിക്കാം. പക്ഷെ രാത്രി 12 മണി കഴിഞ്ഞാലും രാത്രി 1 മണിക്ക് ശേഷമൊക്കെ നമ്മുടെ വീട്ടിലെ കുട്ടികൾ, യുവാക്കളായ ആളുകൾ, അവർ ഉറങ്ങേണ്ട സമയത്ത് റബ്ബ് രാത്രിയെ നിശ്ചയിച്ച് ഉറങ്ങാനാണ്. ആ സമയത്ത് ഒരാവശ്യമല്ലാതെ ഒരു ചായ കുടിക്കാൻ വേണ്ടി 12 മണിക്കാണ് ആൾക്കാർ ചായ കുടിക്കാൻ പോണത്. ഇത് എവിടുന്ന് വരുന്ന സംസ്കാരമാണ്, എങ്ങോട്ടാണ് ഈ പോക്ക് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ വരാൻ പോകുന്ന റമദാനിൽ നമ്മുടെ വീട്ടിലെ അംഗങ്ങൾ തറാവിയൊക്കെ കഴിഞ്ഞാൽ അവർ വീട്ടിൽ തന്നെ ഉണ്ട്, നമ്മളുണ്ട്, നമ്മൾ ഉറപ്പുവരുത്തണം. അപ്പൊ നമ്മളെപ്പോലും നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരവസ്ഥ ഇതിലുണ്ട് എങ്കിൽ അത് വലിയ അപകടമാണ് എന്ന് എന്ത് ചെയ്യണം, നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ഇശാ നമസ്കാരവും തറാവീഹ് നമസ്കാരമൊക്കെ കഴിഞ്ഞാൽ അടുത്ത ദിവസത്തെ നോമ്പിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളാണ് എന്ത് ചെയ്യണം, നമ്മൾ നടത്തേണ്ടത്. അതല്ലാതെ അങ്ങാടികളിൽ അലഞ്ഞു തിരിഞ്ഞ് ഏറ്റവും പവിത്രമായ സമയത്തെ നഷ്ടപ്പെടുത്തുന്ന അവസ്ഥ ഉണ്ടാകരുത് എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. മൂന്നാമത്തെ കാര്യം, അവസാന 10 ഷോപ്പിംഗ് ആണ്. അവസാന 10 ഷോപ്പിംഗ്. നമുക്കറിയാം, പെരുന്നാൾ വരുന്നുണ്ട്, വസ്ത്രം വാങ്ങണം, നമ്മുടെ മക്കൾക്ക് വസ്ത്രം വാങ്ങിക്കൊടുക്കും. ഇതൊരു ധാരണയുള്ള ആൾക്കാരാണ്. എന്തിനാണ് അവസാനത്തിലേക്ക് കൊണ്ടുപോകുന്നത്? ലോകത്ത് തന്നെ ഏറ്റവും ശ്രേഷ്ഠമായ 10 ദിനങ്ങൾ, അനുഗ്രഹീതമായ 10 ദിനങ്ങൾ, അതിലെ രാത്രികൾ ഏറ്റവും പവിത്രമാണ്. ആ രാത്രി സമയങ്ങളിൽ മുസ്ലിം ഉമ്മത്ത് ഷോപ്പുകളിൽ പോയി തിരക്ക് കൂട്ടുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. നമുക്ക് പ്ലാൻ ഉണ്ടാകണം. ഞാൻ പറയുന്നത്, സാധിക്കുന്ന ആളുകൾ നോമ്പിന്റെ മുമ്പ് തന്നെ അത്തരം കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, പൂർത്തിയാക്കണം. പ്രയാസപ്പെടുന്ന ആളുകളുണ്ട് എങ്കിൽ എപ്പോഴാണ് അവർക്ക് ഏറ്റവും ആദ്യം സാധിക്കുന്നത്, ആ സമയത്ത് അവർ പൂർത്തിയാക്കുക. അനുഗ്രഹീതമായ ആ സമയങ്ങളെ നമ്മൾ നശിപ്പിക്കാൻ പാടില്ല എന്നുള്ളത് നോമ്പിന്റെ മുമ്പ് തന്നെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരികളെ സ്നേഹത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, ഒരു വാചകം ഞാൻ ചേർത്ത് വെക്കാം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് റമദാനുകൾ കടന്നുപോയിട്ടുണ്ട്, ഒരുപാട് റമദാനുകൾ. ഈ വരാൻ പോകുന്ന റമദാനിൽ തന്നെ നമ്മൾ ഉണ്ടാകുമോ എന്ന് നമുക്ക് ആർക്കും അറിയില്ല, നമുക്ക് ആർക്കും ഉറപ്പില്ല. കഴിഞ്ഞ റമദാനിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന കുറെ മനുഷ്യന്മാർ ഇന്ന് ഖബറിലാണ്. നമ്മളിൽ പല ആളുകളും അവർക്ക് വേണ്ടി മയ്യത്ത് നമസ്കരിച്ചവരാണ്, അവരുടെ മയ്യത്ത് ഖബറിലേക്ക് ഇറക്കി വെച്ചവരാണ്, അവരുടെ ഖബറിലേക്ക് മണ്ണ് വാരിയിട്ടവരാണ് നമ്മൾ. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ജനാസയിൽ പങ്കെടുത്തു. പ്രബോധനരംഗത്ത് നിറഞ്ഞു നിന്നിരുന്ന ഒരു സഹോദരൻ, ഒരു കുഴപ്പമില്ല, ഒരു അപകടം സംഭവിച്ചു, അദ്ദേഹം മരണപ്പെട്ടു. എത്രമാത്രം ആക്റ്റീവായി വർക്ക് ചെയ്ത ആളെന്നറിയോ? ഇത്രയാണ് മനുഷ്യന്റെ ആയുസ്. ഞാനിത് പറയുമ്പോൾ എൻ്റെ ഒരു പ്രിയപ്പെട്ട സഹോദരൻ, അദ്ദേഹം വെന്റിലേറ്ററിലാണ്. അദ്ദേഹത്തിന് രാത്രി ഒരു ആരോഗ്യവാനായ ഒരു ഹിക്കമിയാണ് അദ്ദേഹം, ഒരു നല്ല പണ്ഡിതനാണ് അദ്ദേഹം. അദ്ദേഹത്തിന് അസുഖം ബാധിച്ചു, അദ്ദേഹത്തിന് തലച്ചോറിൽ പിന്നെ ഒരു ഫംഗസ് പിടികൂടി, വലിയ പ്രയാസത്തിലാണ് അദ്ദേഹം. നോക്കൂ നിങ്ങൾ, ഇങ്ങനെ മനുഷ്യന്റെ അവസ്ഥ ഇതാണ്. ഏത് സമയം അവസ്ഥകൾക്ക് മാറ്റം വരാം. അതുകൊണ്ട് തന്നെ നമ്മുടെ ലൈഫിലെ, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല റമദാൻ ആകണം ഈ വരാൻ പോകുന്ന റമദാൻ എന്ന് തീരുമാനിക്കണം. ആ തീരുമാനമെടുത്ത് അതിൽ ഉറച്ചു നിന്ന് എന്ത് ചെയ്യണം, മുന്നോട്ട് പോകാൻ പറ്റണം. ഒരു സമയം പോലും നമ്മൾ നഷ്ടപ്പെടുത്താൻ പാടില്ല. ഒരുപക്ഷെ അടുത്ത റമദാനിൽ, ഈ റമദാൻ കഴിഞ്ഞ് അടുത്ത റമദാനെ സ്വീകരിക്കാൻ നമ്മൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് തന്നെ ലഭിക്കുന്ന റമദാനിനെ ഏറ്റവും നന്മയിൽ ഉപയോഗപ്പെടുത്തുന്ന, ഏറ്റവും മൂല്യവത്താക്കി മാറ്റുന്ന നല്ല ആളുകളുടെ കൂട്ടത്തിൽ, നല്ല വിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുവാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നാളെ നമ്മുടെ പള്ളിയിൽ സാധാരണ നടക്കുന്ന ഖുർആൻ ക്ലാസ്, ആ ഖുർആൻ ക്ലാസ്സിൽ നോമ്പുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ തീർക്കാനുള്ള അവസരം ഉണ്ടാകും. നോമ്പുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ തീർക്കാനുള്ള, ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവസരം ഉണ്ടാകും. എല്ലാ ആളുകളും അതിൽ പങ്കെടുക്കണമെന്ന് അറിയിക്കാണ്. അതേപോലെ തന്നെ നമ്മുടെ പള്ളിയിൽ ഈ വരുന്ന റമദാനിൽ എല്ലാ ശനിയാഴ്ചയും ശനി ഞായർ ദിവസങ്ങളിൽ അസർ നമസ്കാരത്തിന് ശേഷം പഠന ക്ലാസ് ഉണ്ടാകും. ആ ക്ലാസ്സുകളിൽ പങ്കെടുക്കുക. ആ ക്ലാസ്സുകളിലേക്ക് കുടുംബസമേതം വരിക. ഇവിടെ നോമ്പ് തുറ ഉണ്ടാകും.
അതേപോലെ തന്നെ നോമ്പുതുറ കഴിഞ്ഞ് തറാവീഹ് നമസ്കാരം കഴിഞ്ഞ് വീട്ടിലേക്ക് പോകാൻ പറ്റുന്ന ക്രമത്തിൽ ക്രമീകരിച്ചാണ്ട് വരിക. എല്ലാ ശനിയും ഞായറുണ്ട്. റമദാനിലെ 1ാമത്തെ വെള്ളിയാഴ്ച ഇൻഷാ അല്ലാഹ് അസ്ർ നമസ്കാര ശേഷം ബഹുമാന്യനായ ശിഹാബ് എടക്കരയുടെ പ്രഭാഷണം നമ്മുടെ പള്ളിയിൽ ഉണ്ടാകും. അപ്പൊ എന്തൊക്കെ നന്മകളുണ്ടോ ആ നന്മകളിലൊക്കെ നമ്മൾ പങ്കാളികളാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞുമറിയാതെയും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, അല്ലാഹു ശിഫ നൽകുമാറാകട്ടെ. പ്രാർത്ഥിക്കണമെന്ന് വസിയത്ത് ചെയ്ത ധാരാളം ആളുകളുണ്ട്, അല്ലാഹു അവരുടെ അസുഖങ്ങൾ ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. സാമ്പത്തികമായി ഞെരുക്കം അനുഭവിക്കുന്നവരുണ്ട്, അല്ലാഹു അവരുടെ പ്രയാസങ്ങൾ ദൂരീകരിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാ മിൻഹും വൽ അംവാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.